ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയറിംഗ് ടൂൾസാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് ഈ വീഡിയോസിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ അടുത്ത് പറയാൻ പോകുന്ന ടൂളിൻ്റെ പേരാണ് റാച്ചറ്റ് ബ്രേസ്. അപ്പോൾ ആദ്യം ആ ഫിഗർ കാണാം, നമുക്ക് എന്താണ് റാച്ചറ്റ് ബ്രേസ് എന്നത്. ഇതാണ് റാച്ചറ്റ് ബ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് അറിയാം ഇതിലൊരു ഹെഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു ജോസ് ഉണ്ട്, പിന്നെ റാച്ചറ്റ് മെക്കാനിസം ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ഫ്രെയിം ഉണ്ട് അല്ലേ. ഇപ്പോൾ വുഡ് കൊണ്ടുള്ള ഒരു ഹാൻഡിൽ, പ്ലാസ്റ്റിക്കോ വുഡ് കൊണ്ടുള്ള ഒരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റാച്ചറ്റ് ബ്രേസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ വുഡൻ ബ്ലോക്കിൽ, മരത്തിൻ്റെ ബ്ലോക്കിലൊക്കെ ഹോളുകൾ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാച്ചറ്റ് ബ്രേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുക 0 to 6 mm റാച്ചറ്റ് ബ്രേസ്, 0 to 12 mm റാച്ചറ്റ് ബ്രേസ്, അങ്ങനെയാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. ഇതിൽ 6 mm 12 mm എന്നീ പറയുന്നത് ആ ഡ്രിൽ ബിറ്റിൻ്റെ എന്താണ് സൈസാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ഡ്രിൽ ബിറ്റിൻ്റെ സൈസാണ് നമ്മൾ ഈ പറയുന്ന 6 mm. ഇവിടെ ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടായിരിക്കും, ആ ഡ്രിൽ ബിറ്റിൻ്റെ സൈസാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലാറ്റ് കോൾഡ് ചിസലാണ്. അപ്പം അതിൻ്റെ ഫിഗർ കാണൂ, ഇതാണ് ഫ്ലാറ്റ് കോൾഡ് ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റ് കോൾഡ് ചിസൽ എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തിലും ലെങ്ത്തിലുമാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഫ്ലാറ്റ് കോൾഡ് ചിസൽ ഇതൊരു ടൈപ്പ് ചിസലാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടോ, ഇത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കേട്ടോ. പല ഷേപ്പിലുള്ള ക്രോസ് സെക്ഷനാണ് ഫ്ലാറ്റ് കോൾഡ് ചിസലിനുണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് റോൾ പ്ലഗ് ടൂൾ ആൻഡ് ബിറ്റ്. ഓക്കെ, റോൾ പ്ലഗ് ടൂൾ ആൻഡ് ബിറ്റാണ് ഈ കാണുന്ന ഫിഗർ. അപ്പോൾ ഇതിൽ ഈ ടൂളിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ടൂൾ ബിറ്റിൻ്റെ ഭാഗമുണ്ട്, പിന്നെ ടൂൾ ഹോൾഡർ അല്ലേ, ടൂൾ ഹോൾഡർ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ നമ്പർ 8 അങ്ങനെ ഓരോ അതിൻ്റെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ 8ൻ്റെ 12, നമ്പർ 8ൻ്റെ റോൾ പ്ലഗ് ടൂള്, അതേപോലെ തന്നെ നമ്പർ 12ൻ്റെ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ആ നമ്പർ കാണിക്കുന്നത് എന്താണ്, അതിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച്, അതായത് ഈ കാണുന്ന നമ്പർ 8, 12, 40 അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്, ആ ബിറ്റിൻ്റെ, അതിലെ ബിറ്റിൻ്റെ സൈസ് കൂടുന്നു അഥവാ തിക്നെസ് കൂടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നമ്പറിനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ 2 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ടൂൾ ബിറ്റ് ടൂൾ സ്റ്റീൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഹോൾഡർ നമ്മൾ കൈ വെക്കുന്ന ഭാഗം മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇഷ്ടിക അഥവാ ബ്രിക്കിൽ, അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ വാള്, സീലിങ്, അതിലൊക്കെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്പാനറാണ്. നമുക്ക് പരിചയമുള്ള ഒന്നാണ് സ്പാനർ. ഡബിൾ എൻഡഡ് സ്പാനറാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നട്ട്സൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നട്ട്സും സ്ക്രൂസൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പാനർ യൂസ് ചെയ്യുന്നത്. ഇത് ഡബിൾ എൻഡഡ് സ്പാനറാണ്. ഓക്കെ, അപ്പോൾ സ്പാനറിൻ്റെ സൈസാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. 10 to 11 mm സ്പാനർ, 12 to 30 mm സ്പാനർ, 40 to 50 mm സ്പാനർ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കണം. നട്ട്സും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പല സൈസിലും ലഭ്യമാണ്. സിംഗിൾ ടൈപ്പും ഡബിൾ ടൈപ്പും സ്പാനർ ലഭ്യമാണ്. അടുത്തത് റിംഗ് സ്പാനറാണിത്. ഇത് റിംഗ് സ്പാനറാണ് കേട്ടോ. ഫിഗർ മനസ്സിലാക്കുക, അതിൻ്റെ ഫിഗർ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അടുത്ത സോക്കറ്റ് സ്പാനറാണ്. അപ്പോൾ സോക്കറ്റ് സ്പാനർ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു നട്ടും ബോൾട്ടൊക്കെ ഒരു ചെറിയ വീതി കുറഞ്ഞ സ്പേസിൽ അല്ലെങ്കിൽ ഡെപ്തിലോട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സ്പാനറാണ് സോക്കറ്റ് സ്പാനർ എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തത് സിംഗിൾ എൻഡഡ് ഓപ്പൺ ജോ അഡ്ജസ്റ്റബിൾ സ്പാനറാണ്. അപ്പോൾ ഈ സ്പാനറിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ എൻഡിൽ ഒരു മൂവബിൾ ആയിട്ടുള്ള ജോ ഉണ്ടാവും. ഈ ജോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ജോക്ക് എക്സാമ്പിളാണ് ഹ്യൂമൻ ജോ, നമ്മുടെ താടിയുടെ ഭാഗം, അതൊക്കെയാണ് ജോ. അപ്പം ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു ജോ ഉണ്ടായിരിക്കും ഈ ഒരു ടൂൾസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ മങ്കി റെഞ്ച് എന്നും പറയാറുണ്ട്. ഇത് മെഷറിങ് സ്റ്റീൽ ടേപ്പാണ്, സർവേയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അടുത്തത് ഹാക്സോ ആണ്. ഹാക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുറിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഹാക്സോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹാൻഡിലാണ് ഈ കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊരു ഫ്രെയിമാണ്. സാധാരണ നിക്കലോണ്ടൊക്കെയുള്ള സ്റ്റീൽ ഫ്രെയിമൊക്കെയാണ് ഇതിനുണ്ടാവാറുള്ളത്. നിക്കൽ സ്റ്റീൽ കോമ്പിനേഷൻ കൊണ്ടാണ് ഫ്രെയിമൊക്കെ നിർമ്മിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് 250 mm മുതൽ 300 mm വരെയാണ് ബ്ലേഡിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടീത്ത് എപ്പോഴും ഹാൻഡിലിന് എവേ ആയിരിക്കണം പോയിൻറ്റിങ് ചെയ്യണം. അതായത് ഇതിൽ ടീത്ത് ഉണ്ടായിരിക്കും അല്ലേ കുറേ. അപ്പോൾ അത് എപ്പോഴും ഹാൻഡിലിന് എവേ ആയിട്ടായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. ഇത് സാധാരണ മെറ്റൽസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഹാക്സോ യൂസ് ചെയ്യുന്നത്. അടുത്തത് പിൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫിഗർ ഒരു പ്രാവശ്യം തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിഗർ ഓർത്ത് വയ്ക്കണേ. ഇത് പിൻസേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് ഹാൻഡ് ഡ്രില്ലാണ്. നമ്മൾ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലാണ് ഹാൻഡ് ഡ്രില്ല്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തിൻ മെറ്റലിലും വുഡിലൊക്കെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻ. നമ്മൾ കറണ്ട് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രില്ലാണ് ഈ പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻസ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ തന്നെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് ടൂൾസും അതിൻ്റെ യൂസും ആണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കുക കേട്ടോ. കുറച്ചെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ പോക്കർ എന്ന ടൂൾ കണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഹോള് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പോക്കർ യൂസ് ചെയ്യുന്നത്. നൈഫ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസുലേറ്റർ, വയറിൻ്റെ ഇൻസുലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോസ് പ്ലെയർ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നാരോ പ്ലേസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റബിൾ പ്ലെയറും നമ്മൾ പറഞ്ഞതാണ്, അത് ഷീറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമ്പിനേഷൻ പ്ലെയറും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രിപ്പിങ്, ബെൻഡിങ്, കട്ടിങ് ഓഫ് വയർ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ റെഞ്ച് ഉണ്ട്. റെഞ്ച് എന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്യാനും അൺസ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ ടൂളിനെയൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് വൈസ് യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവർ നമ്മൾ പറഞ്ഞു അല്ലേ, സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനും അൺടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോൾഡ് ചിസൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. കോൾഡ് ചിസൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? മേസണറിയിലൊക്കെ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോൾഡ് ചിസൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വുഡ് ചിസലുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? വുഡ് ബോർഡിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പൈപ്പ് വൈസ് ആണ്. ബെഞ്ച് വൈസ് നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ പൈപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ GI പൈപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫയൽസ് ഉണ്ട്. അതെന്താ? നൈഫിനെ ഷാർപ്പൻ ചെയ്യാൻ, മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫയൽസൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടാപ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? വയറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേജ് യൂസ് ചെയ്യുന്നത്. പ്ലം ബോംബ് ഉണ്ട്. പ്ലം ബോംബ് എന്തിനു വേണ്ടിയിട്ടാണ്? വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലം ബോംബ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ടെനൻസോ ഉണ്ട്. ടെനൻസോ എന്ന് പറഞ്ഞാൽ വുഡിനെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെനൻസോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാമർ എന്തിനു വേണ്ടിയിട്ടാണ്? റിവറ്റിങ്ങിനും ചിപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് റാച്ചറ്റ് ബ്രേസ് ഉണ്ട്. എന്തിനാ? വുഡിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റാച്ചറ്റ് ബ്രേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിയോൺ ടെസ്റ്റർ എന്തിനാ? ഇലക്ട്രിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഓവർവ്യൂ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടൂൾസും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടൂൾസിൻ്റെയും യൂസാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൂൾസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.